റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ റമദാനിൽ പ്രവേശിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് തുടർന്നുള്ള റമദാനിൻ്റെ ദിനരാത്രങ്ങളിലും പടച്ച റബ്ബിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിച്ച് ധാരാളക്കണക്കിന് നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തി ഈ റമദാനിനെ സജീവമാക്കാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, എന്തിനാണ് നോമ്പ് എന്ന ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തെക്കുവയുള്ളവരായി മാറുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നോമ്പുകൾ കഴിഞ്ഞു പോകുമ്പോഴും നാം സ്വന്തത്തോട് ചോദിക്കേണ്ടത്, വിലയിരുത്തേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തെക്കുവ കൈക്കൊള്ളാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോന്ന്. പത്രമാധ്യമങ്ങളിൽ നിന്ന്, സമൂഹ മാധ്യമങ്ങളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപരിസരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദുരന്ത വാർത്തകൾ, പീഡന വാർത്തകൾ, കവർച്ചയുടെ വാർത്തകൾ, കൊലപാതകത്തിൻ്റെ വാർത്തകളിലെല്ലാം നമ്മുടെ ഉമ്മത്തിൻ്റെ ആളുകളുടെ പേരുകൾ മുൻപന്തിയിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പിൻ്റെ ചൈതന്യം എവിടെ പോയി നഷ്ടപ്പെടുന്നു എന്ന ചോദ്യം ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ ലക്ഷ്യം, നോമ്പിൻ്റെ ലക്ഷ്യം വന്നത് തെക്കുവ കൈക്കൊള്ളുക എന്ന. തെക്കുവ കൈകൊണ്ടാൽ മുത്തഖിയായി മാറിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളായി നമ്മൾ മാറുമെന്നാണ്. ആ തെക്കുവയാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടേണ്ടത്. ഈ സംസാരം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എനിക്ക് എത്ര നോമ്പുകൾ കിട്ടി, ഞാൻ പ്രായപൂർത്തിയായി ബുദ്ധി ഉറച്ചതിന് ശേഷം എത്ര വർഷത്തെ നോമ്പ് എനിക്ക് കിട്ടി. 10 എന്ന് പറയുന്നവരുണ്ടാവാം, അതിൽ കുറവുണ്ടാവാം. 30 വർഷത്തെ നോമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, 50 വർഷത്തെ നോമ്പ് കിട്ടി. നമ്മൾ ആലോചിക്കേണ്ടത് ആ 50 വർഷത്തെ നോമ്പ് കൊണ്ട് തെക്കുവ കൈക്കൊള്ളാൻ എനിക്ക് സാധിച്ചുവോ എന്നതാണ്. ഇതുമായി ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ എണ്ണിപ്പറയാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഖൈറുള്ളവരാണ്, അവർ ഈ ഉമ്മത്തിലെ ഖൈറുള്ളവരാണ്. അത് എണ്ണിപ്പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അത്തരം ചില സന്ദർഭങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കടന്നു പോകാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരാരാണ്? ആരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തെന്നറിയോ? മൻ സാല ഉംറുഹു, ആർക്കാണോ ആയുസ് നീട്ടിക്കിട്ടിയത്, വഹസുന അമലുഹു, ആയുസ് നീട്ടിക്കിട്ടിയാൽ മാത്രം പോരാ, നീട്ടിക്കിട്ടിയ ആയുസ്സുകളിൽ മുഴുവൻ നന്മ ചെയ്യാൻ ആർക്ക് സാധിച്ചിട്ടുണ്ടോ അവരാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ ആയുസ്സുമായി തട്ടിച്ചു നോക്കുക. ആ ആയുഷ്കാലത്തിൽ അതിൽ ഹൈറുള്ള ഏറ്റവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചുവോ എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇതുമായി ചേർത്ത് വെക്കട്ടെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളൊരു സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരായിട്ടുണ്ടോ? ഒരുപാട് സ്വഹാബാക്കൾ കൈ ഉയർത്തി, കൂട്ടത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം അവിടുന്ന് ചോദിക്കുകയാണ്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ആ കൂട്ടത്തിലുണ്ട്. അവിടുന്ന് വീണ്ടും ചോദിക്കുകയാണ്, ഇന്ന് ആരെങ്കിലും ഒരു ജനാസയെ പിന്തുടർന്നവരുണ്ടോ? മൂന്നാമത്തെ ചോദ്യത്തിലും ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയാൻ. ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന നാലാമത്തെ ചോദ്യത്തിന് അന യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രാപ്തനാക്കിയത് തൻ്റെ ജീവിതത്തിലെ സമയങ്ങളെല്ലാം സൽക്കർമ്മങ്ങളെ കൊണ്ട് നിറച്ചത് കാരണത്താലാണ്. അപ്പോൾ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിറച്ചാൽ അവർ ഖൈറുള്ളവരാണ് എന്ന്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ചോദിക്കേണ്ടത് അതാണ്. വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്?
വെറുതെ ഒരു പേജ് ഇങ്ങനെ മറിച്ച് ഓതി പോകുക എന്നതിനപ്പുറത്ത് ആ പേജുകൾ ഇങ്ങനെ ഓതുമ്പോൾ കച്ചവടത്തെക്കുറിച്ച് ആലോചിക്കുന്നു, ഇന്നത്തെ നോമ്പുതുറയെക്കുറിച്ച് ആലോചിക്കുന്നു, നാളെയുള്ളൊരു ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുന്നു എന്നതിനപ്പുറത്ത് വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഖുർആനിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു പോയെന്നാണ്. ഈ സദസ്സിൽ എല്ലാവർക്കും അറിയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ. അറിയാത്തവരാരുമില്ല. ചെറിയ കുട്ടികൾക്ക് പോലും സൂറത്തുൽ ഫാത്തിഹ അറിയാം. ആ ഫാത്തിഹയെങ്കിലും യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോന്നാണ്. ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താ അർത്ഥം? ആരെ കുറിച്ചാണ് പറഞ്ഞത്? അൻഅംത അലൈഹിം എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞു, കോപിച്ച ആളുകൾ എന്ന് പറഞ്ഞു. അത് ആരെ കുറിച്ചാണ്? അർത്ഥം നമുക്കറിയാം, കോപിച്ച ആളുകളാണ്. ഇതേതു ജനവിഭാഗത്തെ കുറിച്ചാണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചു എന്ന് പറഞ്ഞ ജനവിഭാഗം ആരാണ്? വലദ്ദാല്ലീൻ, വഴിപിഴവിലായിരിക്കുന്നു, വഴികേടിലായിരിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടുത്തല്ലേ എന്നാ പറഞ്ഞ്. അത് ഏത് ജനവിഭാഗമാണ്? യഹൂദികളെ കുറിച്ചാണ് പറഞ്ഞ്, ക്രൈസ്തവരെ കുറിച്ചാണ് പറഞ്ഞ്, ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ജനവിഭാഗത്തെ കുറിച്ചാണോ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ചോദിച്ചു നോക്കൂ, എത്ര കാലമായി സൂറത്തുൽ ഫാത്തിഹ ഞാൻ പാരായണം ചെയ്യുന്നു, ഇപ്പോഴും എനിക്കറിയില്ല വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചെന്നറിയില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞത് ഏതു ജനവിഭാഗത്തെ കുറിച്ചാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആമീൻ എന്ന് പറയുന്നുണ്ട്. അറിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കുറ്റബോധമായി ഹൃദയത്തിൽ അവശേഷിക്കണം. ഈ റമളാനിൽ മർഹൂം അമാലിമയുടെ തഫ്സീർ എടുത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ആശയമെങ്കിലും വിശദീകരണമെങ്കിലും വായിക്കാൻ പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിലെ ഉത്തമരെന്ന് പറഞ്ഞാൽ പിണക്കമുണ്ടായാൽ, മനുഷ്യരാണ്, പിണക്കമുണ്ടാവും. പിണക്കമുണ്ടായാൽ അതിൽ ആരാണോ സലാം കൊണ്ട് തുടങ്ങുന്നത്, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, ഏറ്റവും ഖൈറുള്ളവൻ പിണക്കത്തിൽ നിന്ന് മാറി ഇണക്കമാകാൻ വേണ്ടി ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, സ്വന്തത്തിലേക്ക് നോക്കുക. ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? വിശുദ്ധ റമളാനിൽ പിണങ്ങി നിന്നുകൊണ്ടാണോ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഇരിക്കുന്നത്? രാത്രി നമസ്കാരത്തിന് റെഡിയായിരിക്കുന്നത്? ഇന്ന് പട്ടിണി കിടന്നത്? ഇന്നലെ നോമ്പെടുത്തത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിശപ്പും ദാഹവും സഹിച്ചു നോമ്പ് കിടന്നത് ആരോടെങ്കിലും പിണങ്ങിയിട്ടാണെങ്കിൽ വെറുതെ പട്ടിണി കിടന്നു. പിണങ്ങി നിന്നുകൊണ്ടാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന് ആ സൽക്കർമ്മങ്ങൾ വേണ്ടെന്നാണ്. അവിടെയാണ് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ആ പിണക്കങ്ങളെ മാറ്റി സലാം കൊണ്ട് തുടങ്ങാൻ ആർക്ക് സാധിക്കുന്നുണ്ടോ അവരെൻ്റെ ഉമ്മത്തിലെ ഖൈറുള്ളവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. നാലാമത്തെ കൂട്ടം ആളുകളെ കുറിച്ച് പറയാൻ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിലെ ഉത്തമരെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. ചില ആളുകളുണ്ട്, പള്ളിയിൽ ഏറ്റവും നല്ല പെരുമാറ്റമാണ്, അങ്ങാടികളിൽ നല്ല പെരുമാറ്റമാണ്, സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ലയാളാണ്. പക്ഷെ വീട്ടിലേക്ക് വന്നാൽ ഭാര്യയോട് കയർത്ത് സംസാരിക്കുന്നു. മക്കളോടൊന്ന് നല്ല രൂപത്തിൽ പെരുമാറാനേ കഴിയില്ല, ഉമ്മയോട് കയർത്ത് സംസാരിക്കുക. ചില ആളുകളുടെ ഫോൺ കോൾ എടുത്താലേ ആ ഫോൺ കോൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും, അത് ഭാര്യ വിളിച്ചതാണ്, അത് ഉമ്മ എന്തോ കാര്യത്തിന് വിളിച്ചതാണ്. ആ സംസാര ശൈലി, സലാം പറയാതെ വെക്കലും സലാം പറയാതെ എടുക്കലും ഒന്ന് കുറച്ച് ചാടിയുള്ള സംസാരം കണ്ട് നമുക്ക് മനസ്സിലാവും അത് വീട്ടുകാരോ വിളിച്ചതാണ്. ഇല്ലേ? നമ്മുടെ അനുഭവത്തിലുള്ളതല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലവൻ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് അല്ല കിട്ടേണ്ടത്, വീട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം. നല്ലൊരു ഭർത്താവിന് ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടേണ്ടത്. നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഗുണത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടണം. എൻ്റെ ഭാര്യ മികച്ചവളാണെന്ന് ഭർത്താവാ പറയേണ്ടത്, അയൽവാസികളല്ല പറയേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിച്ചാൽ അവൻ നിങ്ങൾക്കിടയിലെ ഖൈറുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിലെ ഉച്ചമരെന്ന് പറഞ്ഞതിൽ ഒന്നുകൂടി ചേർത്ത് വെക്കട്ടെ, ഏറ്റവും നല്ല നിലയിൽ സലാം അടക്കുന്ന ആളുകളാണ്. ഏറ്റവും നല്ല നിലയിൽ റദ്ദു സലാം അടക്കുന്ന ആളുകളാണ്. പലപ്പോഴും എന്താ സംഭവിക്കറിയോ? അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ മറുപടി എങ്ങനെ പറയാ? അലൈഹിസ്സലാം, അലൈഹിസ്സലാം. എന്താ പറയുന്നത് പോലും അറിയില്ല. ചില ആളുകൾ എന്താ പറയുക? അസ്സലാമു അലൈക്കും എന്നൊക്കെ ഒരാൾ പറഞ്ഞു, ഇതാണ് കൈകൊണ്ട് ഉണ്ട്. ചില ആളുകൾ ആ സലാം ഉണ്ട് കേട്ടോ എന്നാ പറയാം. ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല. സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സലാം ഉണ്ട് കേട്ടോ. അല്ല, സലാം പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഏത് വിധേനയാണെങ്കിലും അത് മടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ മടക്കണം എന്നാണ്. അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ മടക്കേണ്ടത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നൊരാൾ പറഞ്ഞാൽ ഏറ്റവും നല്ല രൂപത്തിൽ മടക്കുകയാണെങ്കിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ മടക്കുന്നവർ പലപ്പോഴും ഇതിലൊന്നും ശ്രദ്ധ കാണിക്കാറില്ല. ഒരാൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞതിൽ ഒതുക്കുകയാണെങ്കിൽ ഖൈറില്ല എന്നാണ് അർത്ഥം. നല്ല രൂപത്തിൽ സലാം അടക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവർ ഏറ്റവും ഉത്തമനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉത്തമരായി മാറണം നമുക്ക്. വിശുദ്ധ നോമ്പുകളും റമളാനുകളും സൽക്കർമ്മങ്ങളും മുതൽക്കൂട്ടായി നല്ല ആളുകളായി മാറാൻ, പരലോകത്ത് മുത്തക്കികളായി മാറാൻ, നോമ്പ് സ്വീകരിച്ചു, നമസ്കാരം സ്വീകരിച്ചു, ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് പരലോകത്തെത്തുമ്പോൾ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടം